I heard the news from the TV channel. ഡൽഹിയല്ലേ ഇംഗ്ലീഷിൽ തന്നെ കീച്ചേക്കാം. ആയിക്കോ. So we decided that to come to the AKG center. ചേട്ടാ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് പറയുമ്പോഴും വന്നത് 2-3 മലയാളം ചാനലുകൾ മാത്രം. And to meet our Aishi, our dearest, our beloved Aishi boss. തളരരുത് ടീച്ചറെ, തളരരുത്. തുടങ്ങിക്കോ. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനെന്തിനാ ഇങ്ങനെ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇത്രയും സമയം ഇംഗ്ലീഷ് പറഞ്ഞിട്ട് വന്നത് 2-3 മലയാളം ചാനലുകൾ മാത്രം. വെറുതെ എന്തിനാ ട്രോളന്മാർക്ക് പണിയുണ്ടാക്കുന്നത്? മാതൃഭാഷയെ തന്നെ പിടിക്കാം. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം തോന്നും ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. ഇന്ന് മഴയത്ത് ഉച്ചവരെ ഞങ്ങൾ ജന്തർ മന്ദറിൽ ധർണയിലിരിക്കുകയായിരുന്നു. അല്ലാതെ വേറെന്താ പണി? അവിടെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. പക്ഷേ കുടയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം നനഞ്ഞ് കുളിച്ച് അവസാനം കേരള ഹൗസിലെത്തി. തിന്നുക, കുളിക്കുക, ഉറങ്ങുക, വേറെ എന്തെങ്കിലും മല പറിക്കുന്ന പണി ഉണ്ടായിരുന്നു സമരത്തിൽ? വീണ്ടും കുളി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചൊന്ന് ഉറങ്ങിപ്പോയി. പണ്ട് കേരളത്തിലെ AK സെന്ററിന് മുന്നിൽ ബോംബ് പറഞ്ഞെന്നും അത് കേട്ട് മുറിയിൽ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ഞാൻ ഞെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളല്ലേ. അപ്പോൾ അത്ഭുതം വരും, സ്വാഭാവികം. ഇറങ്ങി എഴുന്നേറ്റ് കാപ്പി കുടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കാണ് ഈ ന്യൂസ് എല്ലാ TV ചാനലുകളിലും കണ്ടത്. എന്നാലും മന്ത്രിയായിരുന്നാൾ, MP ആയിരുന്നാൾ, MLA ആയിരുന്നാൾ, ഡൽഹി എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഇംഗ്ലീഷിൽ കീച്ചി തുടങ്ങിയിട്ടും അതെടുക്കാൻ പേരിന് പോലും ഒരു ദേശീയ മാധ്യമത്തിൻ്റെ മൈക്ക് അവിടെ വന്നില്ല എന്ന് കാണുമ്പോഴാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഡൽഹിയിലുള്ള ആ വില മനസ്സിലാവുന്നത്. ഐഷി ഘോഷ് കോടതിയിൽ നേരിട്ട് ഹാജരായി 1000 രൂപ പെറ്റിയടിച്ച് ഇനി കേസ് വിളിക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ വന്ന് ഹാജരായിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്താപരാധവും പറഞ്ഞ് കീഴടങ്ങിയ കാര്യമൊക്കെ ടീച്ചർ ഇപ്പോൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഇതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഡൽഹിയിലെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ വന്ന് ആദ്യം ഒരു മൈക്കും കൊണ്ട് വന്നപ്പോൾ ഏതെങ്കിലും ദേശീയ മാധ്യമങ്ങൾ അടുത്തൂടെ പോകുന്നുണ്ടെങ്കിൽ അവരൂടെ വന്ന് ഈ ബൈറ്റ് എടുത്തോട്ടെ എന്ന ധാരണയിലാണ് അവർ ഇംഗ്ലീഷിൽ തുടങ്ങി വെച്ചത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ തപ്പിപ്പിടിച്ച് കത്തിക്കയറി വന്നിട്ടും 1, 2, 3 മൈക്കുകൾ കാണുന്ന ഏതാ? കൈരടി, 24, റിപ്പോർട്ടർ. ഇനി ഏഷ്യാനെറ്റ് കൂടെ ഉണ്ട്, അപ്പുറത്ത് മാറുന്നിപ്പുണ്ട്. അവസാന നിമിഷമാകുമ്പോഴാണ് അവരും കൂടെ മൈക്കുകൾ. ഈ 4 മൈക്കല്ലാതെ മറ്റൊരു മൈക്ക് അതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് കാണാനില്ല. ഡൽഹി അല്ലേ, തലസ്ഥാന നഗരമല്ലേ എന്ന് കരുതിയിട്ടാണ് കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങിയത്. അത് തന്നെ പല ആവർത്തി മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ട് കാണാതെ പഠിച്ചതിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് പറയുന്നത്. അതുപോലും എടുക്കാൻ ഒരു ദേശീയ മാധ്യമങ്ങളില്ല. എന്തൊരവസ്ഥയാണ്. സലിം കുമാർ ഒരു സിനിമയെ പറയുന്ന പോലെ ഇത്രയ്ക്കും ഫേമസ് ആയ ശ്രീമതി ടീച്ചറെ അറിയാത്ത ദേശീയ മാധ്യമങ്ങളോ? കഷ്ടം തന്നെ. ഇവിടെ നിന്നാണല്ലോ ആ ജോൺ ബ്രിട്ടാസൊക്കെ തള്ളി മറിക്കുന്നത് എന്നോർക്കുമ്പോഴാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അവസ്ഥയിൽ നമുക്ക് സഹതപിക്കാൻ തോന്നുന്നത്. കഷ്ടം തന്നെ.